ഹലോ ഗായ്സ്, പൊതിച്ചോറ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് വലിയ അയില കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല മുളകിട്ടതും അയില മുളകിട്ടതും അയില പൊരിച്ചതും ഒക്കെ സെറ്റാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ മുളകിട്ടത്, മീൻ മുളകിട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് അതൊരു വികാരം തന്നെയാണേ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് പുളിവെള്ളം ഒഴിക്കാനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വരുമ്പോഴാണ് കുട്ടികളുടെ കളി കിട്ടോ. അപ്പോൾ ഇവർക്ക് ഇന്ന് സ്കൂളിൽ ലീവാണ്. അപ്പോൾ മക്കൾ നല്ലോണം ബാത്ത് വെള്ളമൊക്കെ നിറച്ച് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയി അവരുടെ വീഡിയോ എടുത്ത്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് താത്ത അവിടെ നന്നായിട്ട് മീൻ മുറിക്കുകയാണ്. അപ്പോൾ വലിയ അയില ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കിത് ഫുള്ളനെ എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന്. അപ്പോൾ താത്ത പറയാം തികയൂല, നമ്മൾ എത്ര പേരുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എനിക്ക് 5 കാക്കന്മാരാണ്. പിന്നെ എനിക്കൊരു കുട്ടി കുറുമ്പിയുണ്ട്. കുറുമ്പിക്ക് മാത്രം ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ അവൾ സ്കൂളിൽ പോയതാണ്. അപ്പോഴത്തേക്കും മീൻകറിയൊക്കെ താത്ത റെഡിയാക്കുന്നുണ്ട്. വേറെ ഒരാൾ ഇവിടുന്ന് അയില കായൊക്കെ തേച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊരിക്കുമ്പോൾ എന്നെ എന്തായാലും വിളിക്കണേ, ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പൊരിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഓംലെറ്റും കൂടെ അടിക്കാമെന്ന്. അങ്ങനെ ഓംലെറ്റും മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട് നമുക്കൊരു പൊതിച്ചോറ് കേട്ടോ. ചോറിട്ട് 2 കോരി ചോറിട്ട് അതിലേക്ക് ഓംലെറ്റ് ഇട്ട് ഒരു പപ്പടം, പിന്നെ ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇത് ക്യാബേജ് തോരൻ, അതൊക്കെ താത്തമാരുണ്ടാക്കിയതാണ്. അങ്ങനെ അതിലേക്ക് നല്ല അയില മുളകിട്ടത് ഒഴിച്ചതിന് ശേഷം ക്യാബേജ് തോരനും ഇട്ട് ബീട്രൂട്ട് പച്ചടി ഇട്ടതാണ്. നമ്മളീ പുറത്തുള്ളവർക്ക് ഇപ്പോൾ പ്രവാസികളാണെങ്കിലും അല്ലെങ്കിൽ പല പല രാജ്യങ്ങളിൽ ജീവിക്കുന്നവരായാലും ഉച്ച സമയത്ത് നല്ല ചൂടുള്ള മീൻ പൊരിച്ചതും മീൻ കറിയും ഒരു ഓംലെറ്റും ഇതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ചോറ്, അത് ആർക്കാ ഇഷ്ടപ്പെടാണ്ടിരിക്കുക അല്ലേ. ജോലിയൊക്കെ കഴിഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓംലെറ്റും ഒരു പീസ് മീൻ പൊരിച്ചതും പപ്പടവും മീൻ കറിയിലെ മീനും ഒക്കെ കൂട്ടി നല്ല ഉരുട്ടി ഒരു ഉരുള ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.